സോഷ്യൽ സൈക്കോളജി ക്വാർട്ടർലി ജേണൽ എന്നൊരു ജേണലുണ്ട്. അത് 2019 നടത്തിയ പഠനത്തിൽ പറയുന്നത് സൈലൻ്റ് ഡിസഗ്രിമെൻറ്റ്, നിശബ്ദമായ വിയോജിപ്പുകൾ വളരെ സാധാരണമാണ് നമ്മുടെ ഇന്ത്യൻ കുടുംബങ്ങളിൽ, ഭാരതീയ കുടുംബങ്ങളിൽ നിന്നാണ്. ഭാരതീയ കുടുംബങ്ങളിൽ സൈലൻ്റ് ഡിസഗ്രിമെൻ്റ് നടക്കുന്നു, സൈലൻ്റായിട്ട് വിയോജിക്കുന്നു. വിയോജിപ്പ് ഉള്ളിലുണ്ട്, ബട്ട് കനോട്ട് ഓപ്പൺ അപ്പ്. മകൻ എന്തോ പറയാൻ ആഗ്രഹിച്ചു, പക്ഷെ അച്ഛൻ കേട്ടാൽ ദേഷ്യപ്പെടുമെന്ന് കരുതി മിണ്ടുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തോ പറയണം, പക്ഷെ അത് അയാൾ മനസ്സിലാക്കില്ല എന്ന് കരുതി മനസ്സിൽ അമർത്തി പിടിക്കുക. ഭർത്താവിന് ഭാര്യയോട് പലതും പറയണമെന്നുണ്ട്, ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമർത്തി പിടിക്കുക. ഈ നിശബ്ദത കുടുംബത്തിലെ സാമനസ്യം എന്ന മഹത്തായ ചൈതന്യത്തെയാണ് നശിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. സാമനസ്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടത് ഇവിടെയാണ്. MIT സ്ലോൺ മാനേജ്മെൻറ്റ് റിവ്യൂ ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? തുറന്ന ആശയവിനിമയമില്ലാത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ്. അവിടെ ഓർഗനൈസേഷനെ കുറിച്ചാണ് MIT സ്ലോൺ മാനേജ്മെൻറ്റ് റിവ്യൂവിലുള്ളത്. ബട്ട് അത് നമുക്കും പ്രധാനമാണ്, വീടുകളിലും പ്രധാനമാണ്. നോക്കൂ, ഇത് എത്ര IQ ഉയർന്നിട്ടുണ്ടായിട്ടും കാര്യമില്ല, എത്ര IQ ഉണ്ട് വീട്ടിലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനറിയുന്ന മുംബൈയിലൊരു കുടുംബത്തിൽ അച്ഛൻ എൻജിനീയറാണ്, എന്നാൽ മകനെന്നാണെങ്കിലോ മൂപ്പരൊരു കലാകാരനാണ്. പുള്ളിക്ക് പാട്ട് പാടുന്നതൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം, ഇൻസ്ട്രുമെൻ്റ് പഠിക്കുക ഇതൊക്കെയാണ് അയാളുടെ ഇഷ്ടം. അയാൾ സ്വപ്നം കാണുന്നത് എന്താണ്? ഒരു പാട്ടുകാരനാവാൻ. അച്ഛനോട് ഇക്കാര്യം പറയാൻ പറ്റുന്നില്ല, ടെൻഷൻ കാരണം പറയാൻ പറ്റുന്നില്ല. റിസൾട്ട് എന്താണെന്നറിയാമോ? അച്ഛൻ കൊണ്ടുപോയി മകനെ എഞ്ചിനീയറിംഗ് കോളേജ് ചേർത്തു. 2ാം വർഷം മകന് ഡിപ്രഷനായി. കൗൺസിലിങ്ങിൽ എന്ത് മനസ്സിലായി എന്നറിയാമോ? ആ വീട്ടിൽ സാമനസ്യമില്ലാതായി മനസ്സിലായി. വേദത്തിൽ പറഞ്ഞ സാമനസ്യം ആ വീട്ടിലുണ്ടായിരുന്നില്ല. ആ സത്യത്തെയാണ് അവർ തിരിച്ചറിഞ്ഞത്. വീട്ടിൽ പരസ്പര പ്രേമമുണ്ട്, സഹൃദയമുണ്ട്, പക്ഷേ തുറന്ന സംവാദത്തിനുള്ള സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമനസ്യം ആ വീട്ടിൽ ഇല്ലാതെ പോയി. ഇതുപോലെ എത്ര പേര് നമ്മളെ കുടുംബത്തിലുണ്ട്. സാമനസ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ആ ഫാമിലി എൻവയൺമെൻറ്റിൽ എനിക്ക് എന്നെ തന്നെ അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് ഞാൻ ഇൻസെക്യൂർ ആണ് അവിടെ എന്ന് തോന്നൽ. ആളുകൾക്കിത് മനസ്സിലാവില്ല പറഞ്ഞാൽ. എനിക്ക് അതെന്താ കാരണം എന്ന് വെച്ചാൽ, അത് അധികാരങ്ങൾ ഉണ്ടാക്കുന്നവന് ഒരിക്കലും ഈ അസ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് നമുക്ക് വേണ്ടത്. അധികാരങ്ങൾ ഉണ്ടാക്കുകയും ഇത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അതിൻ്റെ കീഴിൽ വരുന്നവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് എന്താണ് ഒരു പരിഹാരം? വീട്ടിൽ ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഫാമിലി മീറ്റിങ്സ് വേണം എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫാമിലി മീറ്റിങ്സ്. നമ്മളിതിന് യജ്ഞം എന്ന് പറയും. എല്ലാ ദിവസവും യജ്ഞം ചെയ്യാൻ പറ്റാത്തവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും യജ്ഞം നടത്തണം. 30 മിനിറ്റെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഒരു കോഫിയുടെ പുറത്തെങ്കിലും സംസാരിക്കാൻ പറ്റുക, ഒരു ചായയുടെ പുറത്തെങ്കിലും സംസാരിക്കാൻ പറ്റുക. പുറത്തു നിന്ന് ആരുണ്ടാവരുത്, ഇൻക്ലൂഡിങ് ഫോൺ. ദ പ്രസൻസ് ഓഫ് ഫോൺ ഷുഡ് ബി അവോയ്ഡഡ്. വീട്ടിലെ ഓരോരുത്തർക്കും അവരവരുടെ മനസ്സ് തുറക്കാൻ അവസരം കൊടുക്കുക. യു ക്യാൻ ഓപ്പൺ അപ്പ്. പരസ്പരം ജഡ്ജ് ചെയ്യാതെ കേൾക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ജഡ്ജ് ചെയ്യരുത്, നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഈ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, വാങ്ങാൻ കിട്ടും. അതിൽ പറയുന്നത് ഫാമിലി മീറ്റിങ്ങുകൾ നടത്തുന്ന കുടുംബങ്ങളിൽ കുട്ടികളുടെ ആത്മവിശ്വാസം 30% കൂടുന്നു എന്നാണ്.
അതായത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ ഒരു മാസത്തിൽ സാധിക്കും. അപ്പം നിങ്ങളിപ്പോൾ വിദേശത്തായതുകൊണ്ട് അല്ലെങ്കിൽ വേറെ കുറേ ആളുകൾ വിദേശത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് മീറ്റിംഗ് നടത്തുകയെന്ന് വെച്ചാൽ സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ട് തന്നെ നടത്തണം. നിങ്ങളുടെ അത്യാവശ്യ കാര്യമാണ്, നിങ്ങളെ ജോബിൻ്റെ കാര്യമാണ്, നിങ്ങൾ നടത്തൂലേ. അപ്പോൾ കുട്ടികൾ പലയിടത്താണ്. ഒരു മോൻ അമേരിക്കയിലാണ്, ഒരു മോളുള്ളത് ന്യൂസിലാൻഡിലാണ്, അച്ഛനുള്ളത് ദുബായിലാണ്, അമ്മ ഉള്ളത് ഇന്ത്യയിലാണ്. നിങ്ങളൊരു സൂം മീറ്റിംഗ് നടത്തണം, മസ്റ്റായിട്ട് നടത്തണം. എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കൊടുത്ത് അവർ പറയുന്നത് ജഡ്ജ് ചെയ്യാതെ കേൾക്കാനുള്ള ഒരു മനോഭാവം എല്ലാ മാസവും നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് നിങ്ങളുടെ ഫാമിലി ബോണ്ടേജ് നേരത്തതിനേക്കാൾ അതിശക്തമായി വർദ്ധിക്കും. സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്തരം എൻവയൺമെൻറ്റിൽ വളരുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം, കോൺഫിഡൻസ് 30% കൂടുതലാണ്. അപ്പോൾ അതില്ലാത്ത കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? അവരുടെ കോൺഫിഡൻസ് എത്രയായിരിക്കും? എത്ര ലെവൽ കുറവാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈവൻ ദോ ദേ ഹാവ് മച്ച് കപ്പാസിറ്റി, ദേ കാണ്ട് എക്സ്പ്രസ് ഇറ്റ്. അവർ എല്ലാ തുറകളിലും പരാജയപ്പെടുകയ്യ. അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, രണ്ടാമത്തത് ഞാൻ എന്ന് പറയുന്ന രീതിയെക്കുറിച്ചുള്ള പരിഗണനയാണ്. ഞാൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ അങ്ങനെ നോക്കി, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് പകരം, നീ തെറ്റാണ് എന്നും പറയുന്നതിന് പകരം, യു ആർ ഓൾവേസ് റോങ് എന്നും പറയുന്നതിന് പകരം എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ തുടങ്ങാൻ ശ്രമിക്കുക. ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ വേൾഡ്. സാമനസ്യം തിരിച്ചുകൊണ്ടുവരാനുള്ളൊരു വഴിയാണ്. ഈ പഴയ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഏട്ടനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന രീതിയിൽ മാറ്റാം. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പേര് XY, നീ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ പറ്റുക. ഞാൻ ചെയ്യുന്നു, നീ ചെയ്യുന്നില്ല, ഞാൻ ശരി, നീ തെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പരിപൂർണമായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. ഉദാഹരണം പറഞ്ഞാൽ, നീ എപ്പോഴും വൈകിയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓഫീസിൽ നിന്ന് വൈകിയാണ് വരുന്നത് എന്നതിന് പകരം, നിങ്ങൾ വൈകുമ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, കാരണം നമുക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ പറ്റും. അതിനൊരു വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.